1993 192 ഏക്കർ സർക്കാർ ഭൂമിയും സഹകരണ വകുപ്പിൽ നിന്ന് കടമെടുത്ത 142 കോടി രൂപയും ഉപയോഗിച്ച് MV രാഘവന്റെ നേതൃത്വത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത്. വടക്കൻ മലബാറിന്റെ ആരോഗ്യരംഗത്ത് വൻ നേട്ടമാകുമെന്ന് കരുതിയ ഈ മെഡിക്കൽ കോളേജ് പക്ഷേ തുടക്കം മുതൽ വിവാദങ്ങൾക്കൊപ്പമായിരുന്നു. മെഡിക്കൽ കോളേജ് MVR കുടുംബസ്വത്താക്കി മാറ്റുന്നു എന്നാരോപിച്ച് CPM പ്രക്ഷോഭ പരമ്പരകൾ തന്നെ അഴിച്ചുവിട്ടു. ഒടുവിൽ MV രാഘവനും CPM തമ്മിലുള്ള പോരാട്ടമായി ഈ പ്രശ്നങ്ങൾ വളർന്നു. 94-ൽ കൂത്തുപറമ്പിലുണ്ടായ പോലീസ് വെടിവെപ്പിൽ 5 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതും ഈ സമരത്തിന്റെ ബാക്കിപത്രമാണ്. ഒടുവിൽ 2007-ൽ പരിയാരം MV രാഘവനിൽ നിന്ന് CPM പിടിച്ചെടുത്തു. മെഡിക്കൽ കോളേജ് തിരിച്ചുപിടിക്കാൻ സർക്കാർ സഹായിച്ചില്ല എന്ന നിരസമാണ് MV രാഘവനെ UDF-ൽ നിന്ന് അകറ്റിയ പ്രധാന ഘടകം. കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതിനെയും MVR എതിർത്തു. ഒടുവിൽ പരിയാരം ഏറ്റെടുക്കാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചെങ്കിലും ഈ തീരുമാനത്തെ അങ്ങനെയൊന്നും അംഗീകരിച്ചു കൊടുക്കില്ലെന്ന് CPM പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം നിലവിലുള്ള ഒരു സഹകരണ സ്ഥാപനത്തെ പിരിച്ചുവിടാനല്ലാതെ ഒരു സഹകരണ സ്ഥാപനത്തെ സർക്കാർ ഏറ്റെടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല. സർക്കാരിൻ്റെ നിലവിലുള്ള പ്രഖ്യാപനം അവ്യക്തമാണ്. ഇതുമാത്രമല്ല പ്രശ്നം. മെഡിക്കൽ കോളേജും അതിനോടനുബന്ധിച്ചുള്ള 8 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഏറ്റെടുക്കുമ്പോൾ ട്രസ്റ്റ് അംഗങ്ങളിൽ ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ നടപടി നിയമക്കുരുക്കിൽപ്പെടും. നിലവിൽ 500 കോടി രൂപയുടെ ബാധ്യത കോളേജിനുണ്ട്. ഇതിന് പിന്നാലെ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നൽകേണ്ട പെൻഷൻ, സൗജന്യ ചികിത്സ, ശമ്പളം തുടങ്ങി ബാധ്യതകളുടെ ഭാരം പിന്നെയും കൂടും. എന്തായാലും ഏറ്റെടുക്കൽ നടപടികൾ സർക്കാരിന് അത്ര എളുപ്പമാകില്ല എന്നർത്ഥം. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.